ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 30. വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പ, വിശ്വാസത്തിന്റെ ധീരസാക്ഷി. 1504 27 ഇറ്റലിയിലെ ഒരു ലളിത കുടുംബത്തിൽ ജനിച്ച മൈക്കൽ ഗിസ്ലരി പിന്നീട് വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പയായി. ലോകം അറിയുന്ന മഹാനായ വിശുദ്ധൻ. 15-ാം വയസ്സിൽ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. എളിമ, അനുസരണം, പ്രാർത്ഥന, പ്രായശ്ചിത്തം ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. 36-ാം വയസ്സിൽ പുരോഹിതനായി. പിന്നീട് വർഷങ്ങളോളം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. 1556 മെത്രാനായി. ഉടൻ തന്നെ കർദിനാളായി ഉയർത്തപ്പെട്ടു. എങ്കിലും അധികാരം അദ്ദേഹത്തെ മാറ്റിയില്ല. എളിമയും വിശ്വാസവും മാത്രമാണ് വളർന്നത്. 1566 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 5-ാം പിയൂസ് എന്ന നാമത്തിൽ. ട്രെന്റ് കൗൺസിലിന്റെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ടർക്കികളുടെ ആക്രമണ സമയത്ത് സൈന്യത്തോടൊപ്പം പ്രാർത്ഥനയും ആയുധമാക്കി. ജപമാലയിലൂടെ ദൈവമാതാവിന്റെ സഹായം അപേക്ഷിച്ചു. 1571 ലേപ്പാന്തോ യുദ്ധത്തിലെ വിജയം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഫലമായിരുന്നു. മാർപ്പാപ്പ ആയ ശേഷവും അദ്ദേഹം സാദാ ജീവിതം നയിച്ചു. ആഡംബരങ്ങൾ ഒഴിവാക്കി ദരിദ്രർക്കായി ജീവിച്ചു. ഒരു ദരിദ്രന്റെ മുറിവുകൾ ചുംബിച്ച സംഭവമത്രേ പലരുടെയും ഹൃദയം മാറ്റിയത്. 1572 മെയ് 1 അദ്ദേഹം സ്വർഗത്തിലേക്ക് ചേർന്നു. 1712 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിചിന്തനം. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമയം കണ്ടെത്തുക. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളം. താങ്ക് യു.